ബാക്ക് ടു സൈലം ലേണിംഗ് അബ്ദുൽ സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നുള്ള ടോപ്പിക്കുമായിട്ടാണ്. ഓക്കെ, വിതിൻ 10 minutes നമ്മൾ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ടും ക്ലാസ് കാണുക. എല്ലാ മക്കളും എന്ത് ചെയ്യുക, സെറ്റ് ആക്കുക കേട്ടാ. എല്ലാം റെഡിയാക്കുക, എല്ലാം റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൽ പെസൻസ് ആൻഡ് ഷിബോയ്സിന്റെ റോൾ എന്താണെന്നായിരിക്കും മക്കൾ ഇങ്ങനെ ആലോചിക്കുന്നത്. യെസ്, നമ്മൾ നോക്കാൻ പോകുന്നത് പെസൻസിന്റെയും ഷിബോയ്സിന്റെയും റോൾ എന്താണ് എന്ന് തന്നെയാണ്. ഓക്കെ, നമ്മൾ ഒരു വാർണ മാത്രമല്ല, ഇതിനു മുമ്പും കുറെ അധികം മൂവ്മെന്റ്സ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ബട്ട് 1857 നടന്നിട്ടുള്ള ഈ ഒരു റിവോൾട്ട് അറിയപ്പെടുന്നത് ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആണ് എന്ന് പറയുമ്പോൾ സംതിങ് ഇസ് ദെയർ. അതിനെന്തുണ്ട്, എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യൽ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഡിഫറെന്റ് കാറ്റഗറി ഓഫ് പീപ്പിൾസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു നാഷണൽ മൂവ്മെന്റ് ആണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ 1857 റിവോൾട്ട്. അതിന് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെസൻസിന്റെയും ഷിബോയ്സിന്റെയും റോളാണ്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മള് ഷിബോയ്സിന്റെ റോൾ ഹൈ ആണെന്ന് മക്കൾക്ക് എല്ലാവർക്കും അറിയാം. ബിക്കോസ് ബ്രിട്ടീഷേഴ്സ് എന്താ പറയാ, ഈ ഒരു റിവോർട്ടിന് റെഫർ ചെയ്തിട്ടുള്ളത് ഷിബോയ് റെബല്യൻ എന്നാണ്. ഓക്കെ, ഷിബോയ് റെബല്യൻ എന്നാണ്, അല്ലെങ്കിൽ ഷിബോയ് മ്യൂട്ടിനി എന്നൊക്കെയാണ്. ലൈക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഷിബോയ്സിന്റെ റോൾ ഈസ് ഹൈ ഈ ഒരു മൂവ്മെന്റിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പെസൻസ് എന്തുകൊണ്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്, ഷിബോയ്സ് എന്തുകൊണ്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്, ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഡോക്ട്രിൻ ഓഫ് ലാബ്സും സബ്സിഡിയറി അലയൻസിലും ഒക്കെ ബ്രിട്ടീഷേഴ്സിന് അഗേൻസ്റ്റ് ആയിട്ട് റൂളേഴ്സും നമ്മുടെ പ്രിൻസ്ലി റൂളേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ്മെന്റ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു സൈഡിലുണ്ട്. ഓക്കെ, എനിവേ നമ്മൾ ഇന്ന് നോക്കാൻ വന്നത് പെസൻസും അതുപോലെ തന്നെ ഷിബോയ്സുമാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇൻ ദ കൺട്രി സൈഡ്, peasants and zamindars resented the high tax and the rigid methods of revenue collections. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കൺട്രി സൈഡ് ആണെങ്കിൽ, വില്ലേജ് ഏരിയാസിലാണെങ്കിൽ പെസൻസ് ആകെ എന്താണ്, ഡിസാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ എന്താ പറയാ, ഡിസ്കണ്ടന്റ് ആണ് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് ഈ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷേഴ്സിന് ഹൈ റവന്യൂ, ഹൈ കൈൻഡ് ഓഫ് ടാക്സസ്, ന്യൂ കൈൻഡ് ഓഫ് റവന്യൂ മെത്തേഡ്, ഇതൊക്കെ ഈ പറയുന്ന പെസൻസും ജമീന്ദാസും മൊത്തത്തിൽ എന്ത് ചെയ്യുന്നത്, റിസെന്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് എവിടെ ഉള്ളത്, ഇന്ത്യയിലുള്ളത്. അപ്പൊ ബ്രിട്ടീഷേഴ്സിന് അഗേൻസ്റ്റ് ഫൈറ്റ് ചെയ്യണം, ബ്രിട്ടീഷേഴ്സിനെ ഒപ്പോസ് ചെയ്യണം എന്നൊരു തോട്ട് ആർക്ക് ഉണ്ടാവുന്നുണ്ട്, പെസൻസിന് ഉണ്ടാവുന്നുണ്ട്. Okay, then many failed to pay back their loans to the moneylenders and gradually lost the lands they had tilled for generations. പല ആളുകളും ഹൈ ടാക്സ് ഒക്കെ പേ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് നഷ്ടപ്പെടുന്നു, അവരുടെ ലാൻഡ് നഷ്ടപ്പെടുന്നു. അവർ കാലങ്ങളായിട്ട് അവിടെ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന അവരുടെ ഓൺ ലാൻഡ് അവർക്ക് നഷ്ടപ്പെടാണ്. ബിക്കോസ് ലാൻഡ് ടാക്സ് പേ ചെയ്യാൻ വേണ്ടി മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നും ലോൺ എന്ത് ചെയ്തിരുന്നു, എടുത്തിരുന്നു. ആ ലോൺ പേ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ മണി ലെൻഡേഴ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ ലാൻഡ് സീസ് ചെയ്യുന്നു. അങ്ങനെ പല ആളുകൾക്കും ലാൻഡ് എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു. ലാൻഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫാമേഴ്സിന് എന്തില്ല, അവിടെ ഫാമേഴ്സിന് അവർക്ക് എക്സിസ്റ്റൻസ് ഉണ്ടോ, ഇല്ല. ഫാമേഴ്സ് ഒബ്വിയസ്ലി ന്യൂ ജോബ്സ് ഒക്കെ എൻകറേജ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് പോകേണ്ട സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഫാമേഴ്സിന്റെ ലൈഫ് തന്നെ ത്രെറ്റൻഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ എവിടെ വരുന്നു, ഇന്ത്യയിൽ വരുന്നു. ഓക്കെ, അപ്പൊ ഫാമേഴ്സ് ഈ പറയുന്ന ന്യൂ കൈൻഡ് ഓഫ് ടാക്സേഷൻ ഒക്കെ അഗേൻസ്റ്റ് ആയിട്ടാണ് ബ്രിട്ടീഷേഴ്സിന് അഗേൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഫൈറ്റ് കണ്ടക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഷിബോയ്സ് എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത്, ഇന്ത്യൻ ഷിബോയ്സ് ഇൻ ദ എംപ്ലോയ് ഓഫ് ദ കമ്പനി ഓൾസോ ഹാഡ് റീസൺ ഫോർ ഡിസ്കണ്ടന്റ്. ഇന്ത്യൻ ഷിബോയ്സിനും എന്തുണ്ട്, കുറെ അധികം റീസൺസ് ഉണ്ട് ബ്രിട്ടീഷേഴ്സിന് അഗേൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ. ബിക്കോസ് ദേ വെർ അൺഹാപ്പി അബൌട്ട് ദെയർ പേ, അലവൻസസ് ആൻഡ് കണ്ടീഷൻ ഓഫ് സർവീസസ്. അവർക്ക് കൊടുക്കുന്ന സാലറിയിലാണെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ അവരുടെ അക്കോമഡേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് കണ്ടീഷനിലാണെങ്കിലൊക്കെ അവർ അൺഹാപ്പിയാണ്. ബിക്കോസ് അത്രയും എന്താ പറയാ, ഒരു ട്രാജിക് കണ്ടീഷനിലൂടെയാണ്, അത്രയും മിസറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിലൂടെയാണ് ആര് കടന്നു പോകുന്നുള്ളത്, ഷിബോയ്സ് കടന്നു പോകുന്നുള്ളത്. ദെൻ some of the new rules moreover violated their religious sensibility and beliefs. അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നത്, ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പൊ സീ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റിലീജിയൻസ്, അവരുടെ കാസ്റ്റ് എന്നൊക്കെ പുറത്താവും എന്നൊക്കെ ഉണ്ടായിരുന്ന ബിലീഫ്സ് ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് അവരുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വയലേറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് റൂൾസ് ഒക്കെ ആര് കൊണ്ടുവരുന്നത്, ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവരുന്നത്. അപ്പൊ അതാർക്ക് അക്സെപ്റ്റബിൾ അല്ല, ഇന്ത്യൻ സോൾജേഴ്സിന് അക്സെപ്റ്റബിൾ അല്ല, ഇന്ത്യൻ ഷിബോയ്സിന് അത് അക്സെപ്റ്റബിൾ അല്ല. ബിക്കോസ് അവരുടെ റിലീജിയസ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സിന്, അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ്സിന് ബ്രേക്ക് ചെയ്യുന്ന, വയലേറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് റൂൾസ് ബ്രിട്ടീഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ജോബ് കണ്ടിന്യൂ ചെയ്യാൻ വലിയ ടാസ്ക് ആണ് അല്ലെ. അപ്പൊ കുറെ ആളുകൾക്ക് കടൽ കടന്നു പോയാൽ അവർ ജാതിയിൽ നിന്ന് പുറത്താണ്, അല്ലെങ്കിൽ മതത്തിൽ നിന്ന് പുറത്താണ് എന്ന് പറയുമ്പോൾ, കടൽ കടന്നു പോയി എന്ത് ചെയ്യണം, യുദ്ധത്തിൽ ഏർപ്പെടണം എന്ന് പറയുമ്പോൾ ഇന്ത്യൻസിന്റെ ബിലീഫ്സിന് അത് എഗെയിൻസ്റ്റ് ആയിരുന്നു, റിലീജിയസ് ബിലീഫ്സിന് അത് എഗെയിൻസ്റ്റ് ആയിരുന്നു. Then, so when in 1824, the Shiboys were told to go to Burma by the sea route to fight for the company. They refused to follow the
order, though they agreed to go by the land route. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബർമയിലേക്ക് പോകണമെന്ന്, സീ റൂട്ട് ബൈ ബർമയിലേക്ക് പോകണം 1824 കമ്പനി ഡിമാൻഡ് ചെയ്തു ആരോട്? ഷിപ്പോയ്സിനോട്. അപ്പോൾ ഷിപ്പോയ്സ് റിഫ്യൂസ് ചെയ്തു, ബിക്കോസ് അവർ എന്തിന് വില്ലിംഗ് അല്ല, സീ റൂട്ട് ക്രോസ് ചെയ്താൽ അവർക്ക് എന്താണ് അവരുടെ കാസ്റ്റിനൊക്കെ അവർ പുറത്താണ്. അപ്പോൾ സീ റൂട്ട് എന്താ പറയാ വയലേറ്റ് ചെയ്യാൻ ആര് വില്ലിംഗ് അല്ല, ഇന്ത്യൻസ് ആയിട്ടുള്ള ഷിപ്പോയ്സ് വില്ലിംഗ് അല്ല. അപ്പൊ അവർ പറഞ്ഞു ലാൻഡ് റൂട്ട് ത്രൂ ഞങ്ങൾ പോവാം, സീ റൂട്ടിലെ പോകില്ല എന്ന് പറഞ്ഞു. ബട്ട് ദേ വർ സിവിയർലി പണിഷ്ഡ്. അവർക്ക് എന്ത് ചെയ്തു? വലിയ പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. ആൻഡ് സിൻസ് ദി ഇഷ്യൂസ് ഡിഡ് നോട്ട് ഡൈ ഡൗൺ, ആ ഇഷ്യൂ എന്ത് ചെയ്തില്ല, അവസാനിക്കുന്നില്ല. ഇൻ 1856 the company passed a new law which has stated that every new person who took up employment in the company's army had to agree to serve overseas if required. അപ്പൊ കമ്പനി എന്ത് ചെയ്തു? പുതിയ റൂൾസ് കൊണ്ടുവന്നു. പുതിയ റൂൾസ് എന്താണെന്ന് 1856 യെസ്, ആരാണോ പുതിയതായിട്ട് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്, ആർമിയിൽ ജോയിൻ ചെയ്യുന്നത്, അവരെന്ത് അക്സെപ്റ്റ് ചെയ്യണം? എവിടെയാണെങ്കിലും കമ്പനി ഡിമാൻഡ് ചെയ്യുന്ന എവിടെയാണെങ്കിലും ഏത് റൂട്ടിലാണെങ്കിലും അതിപ്പോ കടലാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? ഞങ്ങൾ പോയിക്കോളും, അത് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ പോയിക്കോളും എന്ന ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്യണം എന്ന് കമ്പനി എന്ത് ചെയ്തു? യെസ്, പുതിയ കൈൻഡ് ഓഫ് എന്ത് കൊണ്ടുവന്നു? റൂൾസ് കൊണ്ടുവന്നു. ഇത് ഒബ്വിയസ്ലി എന്താണ് ഷിപ്പോസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ത്രെട്ടനായി. ഇത് കൂടാതെ ന്യൂലി ഒരു ഗാഡ്രിഡ്ജ് കൂടി, ഓക്കെ, പുതിയതായിട്ടൊരു ഗാഡ്രിഡ്ജ് കൂടി ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ബ്രിട്ടീഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഗാഡ്രിഡ്ജിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഈ ഒരു ഗാഡ്രിഡ്ജിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഗാഡ്രിഡ്ജിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു മക്കളെ? പിഗിന്റെയും അതുപോലെ തന്നെ കൗവിന്റെ ഒക്കെ എന്താണ് ഗീസുള്ളൊരു ഗാഡ്രിഡ്ജ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഇന്ത്യൻ റിലീജിയസ് ബിലീഫ്സിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. അതോടുകൂടിയാണ് ഇത് ഉപയോഗിക്കാൻ എന്താണ് ഡിനായ് ചെയ്യുന്ന ഓഫീസേഴ്സിനെ പണിഷ് ചെയ്യുന്നു. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പൊ മംഗൽ പാണ്ഡെ എന്ന് പറയുന്ന ബാരക്പൂരിൽ മംഗൽ പാണ്ഡെ എന്ന് പറയുന്ന ഒരു ശിപ്പോയി ഇത് ഉപയോഗിക്കാൻ വിസമ്മതിക്കുന്നു. അങ്ങനെ മംഗൽ പാണ്ഡെ ആരാണോ ഫോഴ്സ് ചെയ്തിരുന്നത് ആ ഒരു ഓഫീസറെ കില്ല് ചെയ്യുന്നു. അങ്ങനെ ഫൈനലി മംഗൽ പാണ്ഡെ എന്ത് ചെയ്യുന്നു? ഹാങ്ഡ് അപ്പ് ചെയ്യുന്നു. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഷിപ്പോയ്സിന്റെ ഭാഗത്ത് എന്തുണ്ടാവുന്നത്? വലിയൊരു മൂവ്മെന്റ് തന്നെ ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഷിപ്പോയ്സും ഈ ഒരു മൂവ്മെന്റിനെ വലിയ രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പാർട്ടിസിപ്പേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ബ്രിട്ടീഷേഴ്സ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ഷിപ്പോയ് റബലിൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. എനിവേ, ഷിപ്പോയ്സ് മാത്രമല്ല, ഡിഫറെന്റ് കാറ്റഗറി ഓഫ് പീപ്പിൾസ്. പെസൻസും ഷിപ്പോയ്സും മാത്രമാണോ? അല്ല, ഇന്ത്യയിലെ ഡിഫറെന്റ് കാറ്റഗറി ഓഫ് പീപ്പിൾസ് അല്ല, ഇന്ത്യയിൽ ഡിഫറെന്റ് ലീഡേഴ്സ് ഉള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. ഡിഫറെന്റ് ഏരിയാസിൽ നിലനിന്നിരുന്ന ഡിഫറെന്റ് ലീഡേഴ്സ് മുമ്പോട്ട് വന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. നമുക്ക് കാണാൻ പറ്റും. ആ ലീഡേഴ്സിനെ കുറിച്ചും അവരുടെ മൂവ്മെന്റ്സിനെ കുറിച്ചും അവരുടെ സപ്പോർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ എടുക്കാനുണ്ട്. അപ്പൊ ആ കാര്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ വീണ്ടും വരാം. അപ്പൊ തൽക്കാലം നമ്മൾ ഈ പറയുന്ന ഷിപ്പോയ്സിന്റെയും അതുപോലെ തന്നെ പെസൻസിന്റെയും റോൾ ആയിരുന്നു. അപ്പൊ പെസൻസിന്റെയും ഷിപ്പോയ്സിന്റെയും റോൾ മക്കൾക്ക് സെറ്റ് ആണ്, ഓക്കെ ആണ്, റെഡി ആണ് എങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? എല്ലാവരും ആ ഒരു കാര്യം കമന്റ് ബോക്സിലൂടെ അറിയുക. അപ്പൊ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. ബൈ.